ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നടക്കുന്ന DIG കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കാഞ്ഞങ്ങാട് പോലീസ് സബ് ഡിവിഷൻ കീഴിലുള്ള ഫുട്ബോൾ മത്സരം കാഞ്ഞങ്ങാട് പടിഞ്ഞാറേക്കര റോയൽ സോക്കർ സെവൻസ് ഫുട്ബോൾ ടർഫ് ഗ്രൗണ്ടിലാണ് നടന്നത്. കാസർഗോഡ് അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇത്ര ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പല വീഡിയോയിലൊക്കെ നിങ്ങളൊക്കെ കാണും. അപ്പോൾ നിങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത്ര ആൾക്കാരെങ്കിലും ഇതിൽ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ചാൽ, ഇപ്പോഴൊരു പ്രതിജ്ഞ എടുത്തിട്ട് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ ഈ ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞ ഈ മത്സരത്തിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ എടുക്കണം. ഞങ്ങൾ ഈ പോലീസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല കളിക്കളങ്ങളിൽ ഇപ്പോൾ നോക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ ഈ കളി കഴിഞ്ഞിട്ട് ചില നമ്മുടെ കളിക്കാരൊക്കെ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതൊരു സത്യമാണ്. ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ രാജീവൻ KPV അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത്, പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ, സബ് ഇൻസ്പെക്ടർ അഖിൽ T, ടർഫ് ഗ്രൗണ്ട് ഉടമ PV പത്മനാഭൻ, ഫുട്ബോൾ റഫറി റഷീദ് എന്നിവർ സംസാരിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി സ്വാഗതവും സിവിൽ പോലീസ് ഓഫീസർ A ജ്യോതിഷ് നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് സബ് ഡിവിഷനിലെ റെഡ് സ്റ്റാർ നെല്ലിക്കാട്ട്, VAAC വാഴ്ന്നൂറടി, നാഷണൽ FC കോട്ടപ്പുറം, FC ബംഗളം, മർച്ചന്റ്സ് യൂത്ത് വിംഗ് നീലേശ്വരം, ഹിറ്റേഴ്സ് എടച്ചാക്കൈ, ABC കാലിക്കടവ്, BT ഗല്ലി ബല്ലാക്കടപ്പുറം എന്നീ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. യുവാക്കളും കുട്ടികളും ലഹരിക്ക് അടിമപ്പെടാതെ ഫുട്ബോൾ അടക്കമുള്ള കായിക വിനോദങ്ങൾ ലഹരിയാക്കണമെന്ന് അഡീഷണൽ SP ബാലകൃഷ്ണൻ നായർ അഭിപ്രായപ്പെട്ടു. മത്സരത്തിൽ FC ബംഗളം വിജയിച്ചു. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.